ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിവാഹ ജീവിതത്തിൽ മക്കളെ അതിലേക്കായി ആനയിക്കുന്ന പ്രിയ രക്ഷിതാക്കൾക്ക് വലിയ ഒരു ദൗത്യവും ഉത്തരവാദിത്വവും ഉണ്ട് എന്നതിൽ തർക്കമില്ല. നല്ലത് തെരഞ്ഞെടുക്കാൻ വേണ്ടി മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്നത് വിവാഹ ജീവിതത്തിന്റെ തുടക്കത്തിൽ പെണ്ണുകാണൽ ചടങ്ങ് ഉൾപ്പെടെയുള്ള മറ്റു കർമ്മങ്ങളിൽ മാതാപിതാക്കളുടെ ഇടപെടൽ വലിയ സ്ഥാനത്ത് നിൽക്കുന്നു എന്നതാണ് വസ്തുത. നമ്മുടെ നാടുകളിൽ ഇത് സർവ്വസാധാരണയായി വളരെ ഭംഗിയായി തന്നെ നടക്കാറുമുണ്ട്. ഇവിടെ തങ്ങളുടെ മക്കൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നിനെ വാങ്ങിക്കൊടുക്കുന്നു എന്ന ബോധത്തോടുകൂടെ മാതാപിതാക്കൾ ഇടപെടാറുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ വിലപിടിപ്പുള്ളത് ഏത് മാനദണ്ഡത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് പിഴവ് പറ്റാറുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും വിലപിടിപ്പുള്ളത് ദീനുള്ള സദ്വൃത്തയായ പെണ്ണാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മകൾക്ക് വരനെ തേടുമ്പോഴും മകന് വധുവിനെ തേടുമ്പോഴും ദീൻ എന്ന് പറയുന്ന മുഖ്യ ഘടകം നാം തെരഞ്ഞെടുത്തു കൊടുക്കുന്ന ജീവിത പങ്കാളിയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായ ഒരു കടപ്പാട് കൂടിയാണ്. പെൺകുട്ടിയുടെ പിതാവ് ഏതെല്ലാം വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആൺകുട്ടിയുടെ പിതാവും എന്തൊക്കെ ശ്രദ്ധിക്കുന്നു എന്നതും ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സാധാരണയിൽ നമ്മുടെ നാടുകളിൽ നടക്കുന്ന വിവാഹം അല്ലെങ്കിൽ മനുഷ്യരിൽ കാണപ്പെടുന്ന വിവാഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനപ്പുറമൊന്നുമില്ല. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, തുൻകഹുൽ മർഅതു ലി അർബഇൻ ലിമാലിഹ വലി ഹസബിഹ വലി ജമാലിഹ വലി ദീനിഹ. സാധാരണയിൽ വിവാഹങ്ങൾ നടത്തപ്പെടാറ് 4 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ 4 കാര്യങ്ങൾ ജനങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. അതിൽ ഒന്നാമത്തേത് ലിമാലിഹ, പെണ്ണിന്റെ സാമ്പത്തിക നിലയും പുരുഷന്റെ സാമ്പത്തിക നിലയും തുല്യമാണോ എന്ന് നോക്കാറുണ്ട്, അല്ലെങ്കിൽ പെണ്ണിന് സാമ്പത്തികമായ ഭദ്രത ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താറുണ്ട്. രണ്ടാമത് പറഞ്ഞത് പെണ്ണിന്റെ കുടുംബമാണ്. പെണ്ണിന്റെയും ചെക്കന്റെയും കുടുംബം തുല്യമാണോ എന്ന് നോക്കും, കുടുംബ മഹിമ നോക്കാറുണ്ട്. മൂന്നാമത് പറഞ്ഞത് പെണ്ണിന്റെ സൗന്ദര്യമാണ്. മിക്കവാറും ആദ്യം മാനദണ്ഡമാക്കുന്നത് സൗന്ദര്യമൊക്കെ തന്നെയാണ് ഇന്നത്തെ രീതികളിൽ. നാലാമത് പറഞ്ഞത് ദീനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാലാമത് ദീനിനെ പറഞ്ഞത് ഇതിനു ശേഷം കുറച്ചും കൂടി പറയാനുണ്ട്. അത് ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഫദ്ഫർ ബിദാത്തി ദീൻ. ഈ 4 കാര്യങ്ങളെ മാനദണ്ഡമാക്കപ്പെടാറുണ്ടെങ്കിലും നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് ദീനിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം. തരിബത്ത് യദാക്, ഇല്ലെങ്കിൽ അതിന് വലിയ ഗൗരവകരമായ മറുപടി കൊടുക്കേണ്ടി വരും. തരിബത്ത് യദാക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിന്റെ 2 കൈയിലും മണ്ണ് പുരളട്ടെ എന്നാണ്. അതിനർത്ഥം കിനായത്തുൻ അനിൽ ഫഖരി. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിലെ ഹദീസിന് കൊടുക്കുന്ന വ്യാഖ്യാനം അനുസരിച്ച് ദീനില്ലാത്ത പെണ്ണിനെയാണ് നീ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, നേരത്തെ പറഞ്ഞ മറ്റു 3 കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നീ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ദീനില്ലാത്ത പെണ്ണിനെ നീ തെരഞ്ഞെടുത്താൽ തരിബത്ത് യദാക, നിനക്ക് ദാരിദ്ര്യം വരാൻ സാധ്യതയുണ്ട്. കിനായത്തുൻ അനിൽ ഫഖരി, നിനക്ക് ദാരിദ്ര്യം വരെ സംഭവിച്ചേക്കാം. അപ്പൊ ദീനുള്ള പെണ്ണ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് ദാരിദ്ര്യം വരില്ല എന്നാണ് ഈ ഹദീസ് സൂചിപ്പിച്ചത്. ചുരുക്കത്തിൽ പെൺകുട്ടിയുടെ പിതാവിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഒരു ഉപദേശം ഇമാം തുർമുദിയുടെ ജാമിഉൽ നമുക്ക് ആ ഹദീസ് കാണാം. മഹാനായ അബൂ ഹാത്തിം അൽ മുസനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പഠിപ്പിക്കുന്നു, പെൺകുട്ടിയുടെ പിതാവിനോടാണ് കാര്യം പറയുന്നത്. ഇദാ ജാഅകും മൻ തർലൗന ദീനഹു വ ഖുലുഖഹു ഫൻകിഹൂഹു ഇല്ലാ തഫ്അലു തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഇടയിലേക്ക് വിവാഹ ആലോചനയുമായി കടന്നു വന്ന ആൾക്ക് ദീനുണ്ട്, ആ കാര്യത്തിൽ നിങ്ങൾക്ക് തൃപ്തിയാണ്. വഖുലുഖഹു, നിങ്ങളിലേക്ക് പെണ്ണ് തേടി വന്നിരിക്കുന്ന വരൻ നല്ല സ്വഭാവക്കാരനാണ്, നിങ്ങൾക്കത് മനസ്സിലായി, അതിൽ നിങ്ങൾ തൃപ്തിയുമാണ്. ദീനും സൽസ്വഭാവവും നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഫഅൻകിഹു, നിങ്ങൾ അവന് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ തഫഅലു, ഇനി അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ,
ദീനുള്ള ചെറുക്കൻ, ദീനുള്ള പുരുഷൻ വന്ന് വിവാഹാലോചിച്ചു, അവന്റെ സ്വഭാവം നല്ലതാണ്. മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ അവിടെയൊക്കെ പല കുറവുകളുണ്ട്. സാമ്പത്തികമായ കുറവുണ്ട്, വീട് നല്ലതല്ല, ഇങ്ങനെയുള്ള കുറവുകളുണ്ട്. അതിന്റെ പേരിൽ നിങ്ങൾ ഇത് മാറ്റിവെച്ചാൽ തക്കും ഫിത്നത്തും ഫിൽ അർളി വ ഫസാദ്, ഇത്തരം രീതികൾ ഭൂമിയിൽ നടന്നു കഴിഞ്ഞാൽ, ദീനിനെ പരിഗണിക്കാതെ മറ്റ് പരിഗണനയാൽ വിവാഹങ്ങൾ നടക്കാതെ പോകുന്ന ഒരു സമ്പ്രദായം ഭൂമിയിൽ ഉണ്ടായാൽ ഭൂമി ആകെ ഫസാദും ഭൂമി ആകെ ഫിത്നയുമായി നിറയുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രയും ഗൗരവമാണ്. സമൂഹത്തിന്റെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമായി മാറാൻ ഇത്തരം പ്രവണതകൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ സംഭവിച്ചേക്കാമെന്ന് ഒരു താക്കീത് പോലെ പറയുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വഇൻ കാന ഫീഹി, നബിയെ, വന്ന് വിവാഹാലോചന നടത്തിയ മനുഷ്യന്റെ ദീനും സ്വഭാവവും ഒക്കെ കൃത്യമാണ്. പക്ഷെ ആ മനുഷ്യനിൽ കണക്കാക്കപ്പെടാവുന്ന ഒരു വലിയ പോരായ്മയുണ്ട്. അതായത് ഒന്നുകിൽ മിൻ ഖില്ലത്തിൽ മാലി, സമ്പത്ത് കുറവോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പെണ്ണുമായുള്ള കഫാഅത്ത് ഒക്കുന്നില്ല, ഇത്തിരി ഉയരം കുറവാണ്, അല്ലെങ്കിൽ കൂടുതലാണ്. അങ്ങനെയുള്ള രീതിയിലൊക്കെ മറ്റുള്ള കാര്യങ്ങൾ തുല്യത സമാന്തരമായി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ ആലോചന വേണ്ട എന്നൊരു തോന്നലാണ് വരുന്നത്. എങ്കിലോ ദീനും സൽസ്വഭാവവും ഓക്കെയാണ്, മറ്റുള്ള കാരണങ്ങൾ പോരാ എന്ന് വരാണെങ്കിൽ നടത്തണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് 3 പ്രാവശ്യം എടുത്തു പറഞ്ഞു, ദീനും സൽസ്വഭാവവും പുരുഷനിൽ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം. ആ സഹോദരന്റെ വിവാഹാലോചനയുമായി വന്നിരിക്കുന്ന ആ ആണിന്റെ, ആ പുരുഷന്റെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അകന്ന ബന്ധുവിന്റെ കാരണവും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവന്റെ സ്വഭാവവും ഇവന്റെ ദീനും നിങ്ങൾ പരിഗണിച്ചാൽ മതി. ഇത് പെൺകുട്ടിയുടെ പിതാവിനോട് അള്ളാഹുവിന്റെ ഹബീബ് നടത്തിയ ഉപദേശമാണ്. തുഹ്ഫത്തുൽ അഹ്വദി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. ഇനി ആൺകുട്ടിയുടെ പിതാവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. അതെന്ത് തന്നെയാണ്? ദീനുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത്. ഫദ്ഫർ ബിദാത്തിദ്ദീൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിലവിൽ തെരഞ്ഞെടുത്ത് പോയതൊക്കെ ദീനുള്ളതാവാനും അവർ മുഖേന നമുക്കും നന്നാവാനും നമ്മൾ മുഖേന അവർക്കും നന്നാവാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇനി കണ്ടോ, മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ അവിടുത്തെ മകനോട് വസിയത്ത് ഏൽപ്പിക്കുന്നു. ലുഖ്മാന്റെ വസിയത്ത് എന്ന് പറഞ്ഞാൽ അലൈഹിസ്സലാം വലിയ നിലവാരവും വിലയും ഉള്ളതാണ്. എന്താ കാരണം? 1000 വയസ്സിൽ മഹാനവറുകൾ 4000 പ്രവാചകന്മാരുടെ ശിഷ്യനായിട്ടുണ്ട്. 4000 നബിമാർ പറഞ്ഞ തത്വമാണ് ലുഖ്മാൻ പറഞ്ഞത്. ലുഖ്മാൻ ജീവിച്ചത് 1000 വയസ്സാണ്. പരിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം ലുഖ്മാന്റെ പേര് ചേർത്ത് വിളിച്ച അധ്യായമാണ്. ലുഖ്മാൻ മകനെ ഉപദേശിക്കുന്നത് അള്ളാഹു ഖുർആനിന്റെ ആയത്തുകളാക്കി അടുക്കി അടുക്കി വെച്ച പോലെ എന്തൊരു മനോഹരമായ ഉപദേശം. അപ്പോൾ ഈ മനുഷ്യൻ ചില്ലറക്കാരനല്ല. അലൈഹിസ്സലാം അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. പൊന്നുമോനോട് ലുഖ്മാനുൽ ഹക്കീം കൊടുക്കുന്ന ഉപദേശമുണ്ട്. ഇമാം ഗസ്സാലി അവിടുത്തെ ഇഹ്യാഇൽ ആ ഉപദേശം വളരെ ഗൗരവത്തോടു കൂടെ സൂചിപ്പിക്കുന്നതായി കാണാം. നല്ലൊരു ഉപദേശം കേട്ടോ. യാ ബുനയ്യ ഇത്തഖിൽ മർഅത സുആ, മോനെ, വൃത്തികെട്ട വിചാരങ്ങളുമായി കഴിയുന്ന പെണ്ണുങ്ങളെ നീ സൂക്ഷിക്കണേ. പൊന്നുമോനോട് പറയാണ്, നിന്റെ കൂടെ ജീവിക്കുന്ന പെണ്ണ് നല്ല പെണ്ണാണ്, നല്ല സ്വഭാവമുള്ള പെണ്ണാണ് എന്ന് നീ ഉറപ്പുവരുത്തുക. അവളെ ആ സ്വഭാവത്തിന്റെ വൈകല്യങ്ങളിൽ സൂചിപ്പിച്ചും ഉപദേശിച്ചും അവളെ നന്നാക്കിയെടുക്കുക. അങ്ങനെ നിന്റെ കൂടെ ജീവിക്കുന്ന ആള് നല്ലതാവാനുള്ള ഒരു കണ്ടെത്തൽ നീ നടത്തുക. ഇങ്ങനെയുള്ള ഉപദേശമൊക്കെ അതിന്റെ കൂടെ നമുക്ക് പരോക്ഷമായി വായിച്ചെടുക്കാൻ കഴിയും. ഏതായാലും മോശമായ പെണ്ണാണ് കൂടെയുള്ളതെങ്കിൽ അവളെ നീ സൂക്ഷിക്കണം. കാരണം എന്താ? മോശമായ പെണ്ണ് ഒരെണ്ണം കുടുംബത്തിലുണ്ടെങ്കിൽ നിന്റെ നര വരുന്നതിന് മുന്നേ നിന്റെ തലമുടിയും താടിയും മീശൊക്കെ നേരത്തെ നരയ്ക്കാൻ അവളൊറ്റ കാരണം മതി. ടെൻഷനങ്ങ് കൂടും. അപ്പൊ സ്വഭാവം നല്ലതല്ലാത്ത, ദീനില്ലാത്ത പെണ്ണിനെ നീ സൂക്ഷിക്കണം. അവൾ നിനക്ക് നേരത്തെ നര തരുമെന്ന്, തലമുടി താടിയൊക്കെ നരച്ചു പോവും, നര നേരത്തെ തരുമെന്ന് മഹാനായ ലുഖ്മാൻ അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിക്കുകയാണ് അലൈഹിസ്സലാം.
വത്തഖി ശിറാറൻ നിസാ, സ്ത്രീകളുടെ ഇടയിലെ മോശമായ സ്വഭാവമുള്ള സ്ത്രീകളെ നീ സൂക്ഷിക്കണം. കാരണം ഫഇന്നഹുന്ന ലാ യദഊന ഇലാ ഖൈർ, ഒരിക്കലും മോശം സ്വഭാവമുള്ള പെണ്ണ് ഒരിക്കലും നന്മയിലേക്ക് ഒരാളെയും ക്ഷണിക്കൂല, അവൾ ചീത്തയിലേക്ക് കൊണ്ടുപോകും. വകും മിൻ ഖിയാരിഹിന്ന അലാ ഹദർ, ഇതൊരു രസകരമായ ഉപദേശമാണ്. സ്ത്രീകളിൽ അല്പം നല്ലവരുടെ കൂടെയാണ് എങ്കിൽ പോലും നീ ഒരു ജാഗ്രതയോടുകൂടെ ഭയത്തോടുകൂടെ തന്നെ ആവണം അവരുടെ ഇടയിലും നീ നിലകൊള്ളേണ്ടത് എന്ന് മഹാനായ ലുഖ്മാൻ അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിക്കുന്നു അലൈഹിസ്സലാം. ഇമാം ഗസാലിയുടെ ഇഹ്യാഇൽ സംഭവം കാണാം. അപ്പൊ ദീനുള്ള പെണ്ണിനാണ് മാർക്കറ്റ്. എവിടെ മാർക്കറ്റ്? അള്ളാഹുവിന്റെ ദീനിൽ, പടച്ചവന്റെ മതത്തിൽ, അള്ളാഹു പറഞ്ഞിട്ടുള്ള തത്വങ്ങളിൽ, ഇസ്ലാമിക ജീവിതത്തിൽ ദീനുള്ള പെണ്ണിനാണ് അള്ളാഹുവിന്റെ ദീന് പരിഗണന കൊടുത്തിട്ടുള്ളത്. ഇനി കണ്ടോ, ഹബീബ് പഠിപ്പിക്കുന്നുണ്ട് ഒരു ഹദീസ്. ഇമാം തബറാനിയുടെ മുസ്നദ് ശാമീൻ എന്ന ഗ്രന്ഥം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, മൻ തസവ്വജ ഇംറഅതൻ ലിഇസ്സിഹാ, ഒരാൾ ഒരു കല്യാണം കഴിച്ചത് നല്ല പേരും പെരുമയും ഉണ്ടാവാനാണെങ്കിൽ ലം യസിദ്ഹുല്ലാഹു ലം യസിദ്ഹില്ലാഹു ഇല്ലാ ദില്ലാ, പേരും പെരുമ ഉണ്ടാവാൻ വേണ്ടി വലിയ തറവാട്ടിൽ പോയി അവൻ കല്യാണം കഴിച്ച അള്ളാഹു ആ പേരും പെരുമയും ഉദ്ദേശിച്ചു പോയവനല്ലേ, അതിന്റെ പേരിൽ അവന് നിന്ദ്യത നൽകിയേക്കാമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിന്ദ്യത വലിയ വീട്ടിലെ പെണ്ണുങ്ങളെ മെരുക്കിയെടുക്കാൻ വലിയ പാടാണ്. ഇനി ഒരാൾ കല്യാണം കഴിച്ചത് വമൻ തസവ്വജഹാ ലിമാലിഹാ, പെണ്ണിന്റെ സമ്പത്ത് കണ്ട് അവിടുന്ന് ഒരുപാട് കിട്ടും എന്ന വ്യാമോഹത്തിൽ പോയി കല്യാണം കഴിച്ചതാണെങ്കിൽ ലം യസിദുല്ലാഹു ഇല്ലാ ഫഖറ, അവന് ദാരിദ്ര്യവും എത്ര കിട്ടിയാലും തികയാത്ത അവസ്ഥയും അള്ളാഹു നൽകിയേക്കാം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. സ്ത്രീധനത്തിന്റെ പുറകെ പോയിട്ട്, അല്ലെങ്കിൽ ബന്ധുവീട്ടിൽ നിന്ന് കൂടുതൽ കിട്ടും, ഭാര്യ വീട്ടിൽ നിന്ന് കൂടുതൽ സഹായം ഉണ്ടാവും, അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അള്ളാഹു ദാരിദ്ര്യം തന്നേക്കും. പെണ്ണിന്റെ സൗന്ദര്യമാണ് ഒരാൾക്ക് അവളെ കല്യാണം കഴിക്കാൻ പ്രേരണയായത് എങ്കിൽ, സൗന്ദര്യത്തിന്റെ പിന്നാലെയാണ് ഒരാൾ പോയതെങ്കിൽ ലം യസിദുല്ലാഹു ഇല്ലാ ദനാഅതൻ, അള്ളാഹു അവന് ഒരു വിലയും നൽകൂല. ഈ പെണ്ണവനെ വകവെക്കൂല, അവനെ നിസ്സാരമാക്കി കളയും. എന്താ കാരണം? പെണ്ണങ്ങ് നോക്കുമ്പോ അവളും അവനും തമ്മിൽ നല്ല അന്തരമുണ്ട് സൗന്ദര്യത്തിന്. അവക്ക് സ്വാഭാവികമായി ഇത്തിരി കിബിറ് വരും, അവനൊരു വിലയിലതേ. ഓമൻ തസവ്വജഹാ, ഇനി പറയുന്ന ഒരാൾ ഒരു കല്യാണം കഴിക്കുന്നത് ലം യതസവ്വജഹാ ഇല്ലാ ലിയഗുല്ല ബസ്റഹു വയുഹ്സിന ഫർജഹു, അവന്റെ കണ്ണ് ഹറാമുകൾ കാണാതെ കണ്ണിനെ സൂക്ഷിക്കാനും അവന്റെ ശരീരത്തിന്റെ ആവശ്യം ഹറാമിൽ പോയി തീർക്കാതെയും, പടച്ചോനെ ഭയന്ന് ജീവിക്കാൻ എനിക്കൊരു പെണ്ണ് വേണം, എന്റെ ശരീരത്തിന്റെ ആവശ്യം ഹറാമിൽ പോയി തീരാതിരിക്കാൻ എനിക്കൊരു പെണ്ണ് വേണമെന്ന നെയ്യത്തിലാണ് ഒരാൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ, ഔ യസില റഹിമ, അല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവൻ ഒരു കല്യാണം കഴിക്കുന്നതെങ്കിൽ, ഒരു കുടുംബബന്ധം അറ്റുപോവാണ്, ആ കുടുംബബന്ധം ചേർക്കുന്നത് ഒരു വിവാഹത്തിലൂടെ ആണെങ്കിൽ, അങ്ങനെയൊക്കെയാണ് എങ്കിൽ ബാറക്കല്ലാഹു ലഹു ഫീഹാ, ആ പെണ്ണിൽ അവൻ അല്ലാഹു ബറക്കത്ത് നൽകും. വബാറക ലഹാ ഫീഹി, ആ ചെറുക്കനിൽ ആ പെണ്ണിനും അല്ലാഹു ബറക്കത്ത് നൽകും, പെണ്ണിൽ ചെറുക്കനും ബറക്കത്ത് നൽകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സാമ്പത്തികത്തിന്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിവാഹാലോചനയിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പിഴവാണ് ദീന് പരിഗണിക്കുന്നില്ല എന്നുള്ളത്. ആ പിഴവ് സംഭവിച്ചാൽ നമ്മളുടെ മക്കളുടെ ഭാവി അധോഗതിയാണ്. നമ്മുടെ മക്കൾ വിവാഹാലോചന നമ്മൾ മുഖേന നടത്തുമ്പോൾ ദീനിനെ പരിഗണിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. എൻ്റെ വാപ്പ ദീനുള്ള പെണ്ണിനെ എനിക്ക് തന്നെന്ന് എൻ്റെ മോന് തോന്നണം. ആ രീതിക്ക് അവന് ഉപകാരപ്പെടുന്ന ഒരു സ്വഭാവക്കാരിയെ കണ്ടെത്തണം. അതിന് പെൺകുട്ടിയുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കണം, പെൺകുട്ടി വളർന്ന പശ്ചാത്തലം അന്വേഷിക്കണം. അല്ലാതെ പലചരക്കടെ പോയിട്ട് പഴം വാങ്ങുന്ന പോലെയോ പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്ന പോലെയോ ഒന്നും ആവരുത്. ഒരു പെണ്ണ് ആലോചന എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബത്തിലേക്ക് ഒരു ആയുസ്സിനെ നിലനിർത്താൻ, ഒരു ആയുസ്സിന്റെ സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട ഒരു പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് അന്വേഷിക്കണം.
ചെറുക്കൻ അന്വേഷിക്കുമ്പോഴും അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കേട്ടോ മറ്റൊരു ഹദീസ് ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ലാ തസവ്വജുൻ നിസാഅ ലിഹുസ്നിഹിന്ന, ഒരിക്കലും സ്ത്രീകളുടെ സൗന്ദര്യത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ വിവാഹങ്ങൾ നടത്തല്ലേ. പെണ്ണിന്റെ സൗന്ദര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്. കാരണം എന്താ? ഫഅസാ ഹുസ്നുഹുന്ന യുർദിയഹുന്ന, ഈ സൗന്ദര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവൻ അവളെ കെട്ടിയതെന്ന് അവൾക്ക് ബോധ്യവും. വലിയ താമസമുള്ളത്. അങ്ങനെ ബോധ്യമാകുമ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം അഹങ്കാരവും ഒരൽപ്പം ഗൗരവവും ജീവിതത്തിൽ അവനോടൊപ്പം പൊരുത്തപ്പെട്ടു പോവാനുള്ള പ്രയാസങ്ങളും ഒക്കെ ആ പെണ്ണിൽ ഉണ്ടാവും എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തസവ്വജൂഹുന്ന ലിഅംവാലിഹിന്ന, പെണ്ണ് കെട്ടിയത് സമ്പത്ത് മോഹിച്ചുകൊണ്ടാണ് എങ്കിൽ അങ്ങനെ ചെയ്യരുതേ. കാരണം ഫഅസാംവാലുഹുന്ന അൻതുതഗിയഹുന്ന, സമ്പത്ത് നോക്കിയിട്ട് ആ മൂപ്പരെന്നെ കല്യാണം കഴിച്ചെന്ന് പെണ്ണിന് കുറച്ചു ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ അത് മുഖേന അവളെ സംബന്ധിച്ച് അവരുടെ സ്വഭാവത്തിൽ നിന്നും ഹിദായത്ത് നഷ്ടപ്പെട്ടു പോവാനും സാധ്യതയുണ്ട്. പണത്തിന്റെ മുകളിലൊന്നും ഇല്ലല്ലോ. പിന്നെ അങ്ങനെ ഒരു തോന്നല്, ഈ മൂപ്പരെ കീഴടക്കാൻ പണം മതി എന്നൊരു തോന്നൽ അവൾക്ക് വന്നു കഴിഞ്ഞാൽ അവള് ചീത്തയായേക്കാം. വലാകിൻ തസവ്വജൂഹുന്ന അലദ്ദീനി, ഹബീബ് പഠിപ്പിച്ചു, നിങ്ങൾ വിവാഹ ജീവിതങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ദീനിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല അമത്തുൻ ഖർമാഉ സൗദാഉ ദാതു ദീനിൻ അഫ്ളൽ, ഒരു മൂക്ക് മുറിക്കപ്പെട്ട അടിമ പെണ്ണ് അടിമയാണ്, അതോടൊപ്പം മൂക്ക് മുറിച്ചതാണ്. അവളുടെ നിറമാവട്ടെ കറുത്ത് കരിവാളിച്ച നിറമാണ്. അങ്ങനത്തെ പെണ്ണ് മാത്രവുമല്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൾക്ക് നല്ല ദീനുണ്ട്. ആ പെണ്ണാണ് ഏറ്റവും അഫ്ളൽ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യം ഇന്നത്തെ ഏറ്റവും പ്രധാന ഘടകമാണ്. സൗന്ദര്യം വേണ്ടെന്നല്ല പറയാം, അത്യാവശ്യമൊക്കെ സൗന്ദര്യം വേണം. പക്ഷെ സൗന്ദര്യം മാത്രം നോക്കും, മറ്റുള്ള ക്വാളിറ്റി അതൊന്നും വിഷയമല്ല. ഈ പെണ്ണ് കുറെ ജനങ്ങൾക്കിടയിൽ വൃത്തികേടുകൾ പറയിപ്പിച്ച പെണ്ണാണ്, അവളെ പറ്റി നാട്ടുകാർക്ക് അഭിപ്രായമല്ല, കുഴപ്പമില്ല, കാണാൻ നല്ലതാണല്ലോ, അത് മതി. ആ രീതിക്ക് തെരഞ്ഞെടുക്കുന്ന ആളുകള് സൗന്ദര്യം അമിതം ഉണ്ട് എന്നാൽ പെണ്ണിന് കെട്ടാതിരിക്കൽ നല്ലതാശറന്തിന്, വെള്ളം തെളിഞ്ഞത് എന്ന് കണ്ടാൽ പിന്നെ കുളിക്കുന്നതിനധികം ജനം വരും പൊന്നേ. സൗന്ദര്യമുള്ളതിനനുസരിച്ച് ദീനില്ല. സൗന്ദര്യം മാത്രമേ ഉള്ളൂ, ദീൻ അടുത്തൂടെ പോയിട്ടില്ല. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഹിദായത്ത് നഷ്ടപ്പെടാനും അത് മുഖേന വ്യഭിചാര താല്പര്യങ്ങളിലേക്ക് നീങ്ങുവാനും മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനും ഒക്കെ ഒരു പരിധിവരെ കാരണമാകുമെന്ന ഒരു നിരീക്ഷണം മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാരിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മെ പല ഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു തരുന്നത്. ഏതായാലും സൗന്ദര്യത്തിനേക്കാളും സമ്പത്തിനേക്കാളും കുടുംബ മഹിമയേക്കാളും മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് ദീനിനാവണം. സൗന്ദര്യത്തിന്റെ പ്രാധാന്യം മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എല്ലാ സൗന്ദര്യവും ഉണ്ടായിരുന്നല്ലോ. സൗന്ദര്യം എങ്ങനെ വരാം? സൗന്ദര്യം ദീനുണ്ടെങ്കിൽ സൗന്ദര്യം വരും. സൗന്ദര്യം സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്നു. ഒരു മനുഷ്യൻ വിശന്നു വരികയാണ്, ഭർത്താവ് വലിയ സുന്ദരിയായ ഭാര്യ ഉണ്ടായിട്ട് കാര്യമില്ല. ഭക്ഷണം കൃത്യമായി കൊടുക്കാൻ അയാൾ രോഗിയാവുന്നു, കൃത്യമായി പരിചരിക്കാൻ സുന്ദരിയല്ല, കാഴ്ചയിൽ ഒരൽപ്പം സൗന്ദര്യം കുറഞ്ഞ പെണ്ണ്. ആ ചികിത്സയും ശുശ്രൂഷകളും ഒക്കെ ചെയ്യുമ്പോൾ, പരിചരണങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ, അനുസരണ പാലിക്കുമ്പോൾ അവളെ കാണാൻ പ്രത്യേക സൗന്ദര്യമാണ്. അതാണ് ദീന്. ദീനുണ്ട് എങ്കിൽ എല്ലാ സൗന്ദര്യം വരും. ദീനുള്ള പെണ്ണിനെ കെട്ടിയാൽ അവനെ സഹായിക്കൽ അല്ലാഹുവിന് ബാധ്യതയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സൗന്ദര്യത്തിന്റെ കൂടെ സമ്പത്ത് വന്നു. ദീന് ഉണ്ടാവലോടുകൂടെ അവൾ എങ്ങനെ ആവണമെന്ന ബോധം അവൾക്കുണ്ടാവും. അവൾ എവിടെയാണ് നിൽക്കേണ്ടതെന്ന ബോധം ഉണ്ടാവും. അത് തന്നെ അവളുടെ പെരുമാറ്റത്തിലെ വലിയ സൗന്ദര്യമായി മാറും. മാത്രവുമല്ല, അവൾ കുടുംബത്തിലേക്ക് വരുന്നതോടുകൂടെ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം എന്ന ഖുർആൻ പറഞ്ഞത്. അല്ലാഹു ഇവളെ സംരക്ഷിക്കുന്ന പുരുഷന് സമ്പത്ത് കൊടുക്കുമെന്ന് ഖുർആൻ. അപ്പോൾ സൗന്ദര്യം വന്നാൽ
ദീന് വന്നാൽ സൗന്ദര്യവുമായി സമ്പത്തുമായി. ദീന് വന്നു കഴിഞ്ഞാൽ കുടുംബ മഹിമയുണ്ട്, അവർ വലിയ തറവാട്ടുകാരാ, അവർ വലിയ ദീനുള്ള മനുഷ്യന്മാരാ എന്ന് നമ്മുടെ കുടുംബത്തെ നോക്കി ഭാവിയിൽ ജനങ്ങൾ വിരൽ ചൂണ്ടി പറയുന്ന ഒരു കാലം വരും. അപ്പൊ സൗന്ദര്യം വന്നു, സമ്പത്ത് വന്നു, കുടുംബം വന്നു. ഇതെല്ലാം കൊണ്ടുവരാൻ കഴിവുള്ള ഒരേ ഒരു ഘടകം എണ്ണിപ്പറഞ്ഞ 4 എണ്ണത്തിൽ 4ാമത് പറഞ്ഞ ദീൻ എന്ന് പറയുന്ന ഘടകമാണ്. ഇസ്രായേലി സമൂഹത്തിൽ ഒരു പെണ്ണിന്റെ കഥ പറയുന്നുണ്ട് മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് ബറൂസവി അവിടുത്തെ റൂഹുൽ ബയാനിൽ. സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് കാണാം, ഇസ്രായേലി സമൂഹത്തിൽ ഒരു പെണ്ണുണ്ടായിരുന്നു അത്രേ. നമ്മൾ ഈ ചരിത്രം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിന്റെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു കഥ. ഇസ്രായേലി സമൂഹത്തിലെ സൂഫിയായ ഒരു മഹാന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയച്ചു. ഈ സ്വാലിഹായ മനുഷ്യൻ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും അള്ളാഹു തആല ഉത്തരം നൽകും. ആദ്യത്തെ 3 ദുആകളിലൂടെ. ഈ 3 ദുആ അദ്ദേഹത്തിന് മുന്നിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ്. എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം തരും ഈ 3 ദുആകളിലൂടെ. ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ വാർത്ത അറിയിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയച്ചു. അദ്ദേഹത്തിന് ആ വാർത്ത അറിയിച്ചു. അദ്ദേഹത്തിന്റെ പൊതുവായ ഒരു രീതി, അദ്ദേഹം വളരെയധികം ശക്തമായി സ്നേഹിക്കുന്ന ഒരു ഭാര്യ അയാൾക്കുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചരിത്രം പറയുന്ന ഒരു പ്രത്യേകത. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവന്റെ ദൂതനെത്തി. എന്നിട്ട് പറഞ്ഞു, 3 കാര്യങ്ങൾ അള്ളാഹുവോട് ചോദിച്ചാൽ എപ്പോ വേണമെങ്കിലും ആ 3 കാര്യം ചോദിക്കാം. ആ 3 കാര്യത്തിൽ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം തരും എന്ന്. ഈ മനുഷ്യനാണെങ്കിൽ ഇപ്പൊ 3 കാര്യം ചോദിക്കാം. അദ്ദേഹം കുറെ നേരം ഇരുന്ന് ആലോചിച്ചിട്ട് അവസാനം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം ഭാര്യയോടാണല്ലോ. ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതിൽ ഏതാ ഇപ്പൊ ഞാൻ ചോദിക്കാം അള്ളാഹുവിനോട്? 3 ചോദിക്കാനുള്ളൂ, പെട്ടെന്ന് ഉത്തരം കിട്ടും. അപ്പൊ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും ഏതൊക്കെയാ ചോദിക്കണ്ടേന്ന് ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല. 3 കാര്യം ചോദിക്കാൻ അവസരം ഉണ്ടല്ലോ, ഒരു കാര്യം ചെയ്യ്, 2 നിങ്ങൾ ചോദിച്ചോ, 1 എനിക്ക് തട്ടെ. അപ്പൊ തീരുമാനമായില്ലേ? ആയിക്കോട്ടെ, എന്നാൽ ആദ്യത്തേത് എനിക്ക് വേണ്ടി ചോദിക്കണം. ആദ്യത്തേത് എനിക്ക് വേണ്ടി. യഥാർത്ഥത്തിൽ ഞാൻ എനിക്ക് വേണ്ടി ചോദിക്കുന്നുവെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. എന്താണ് ആ കാര്യം? അവള് പറഞ്ഞു ഈ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായി എനിക്ക് മാറണം. ആ രൂപത്തിലേക്ക് അള്ളാഹു എന്നെ രൂപമാറ്റം നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യാം. ഞാൻ ഏറ്റവും വലിയ സുന്ദരിയായ നിങ്ങളുടെ ഭാര്യയാണല്ലോ ഈ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരി, അപ്പൊ നിങ്ങൾക്കുള്ളതാണ്. സാധുവായ മനുഷ്യൻ, ഭാര്യയോട് അമിതമായ സ്നേഹമുള്ള ഈ സാധു പെണ്ണിനെ നല്ല സുന്ദരിയാക്കാൻ വേണ്ടി ദുആ ചെയ്ത് തീരുന്നതോടുകൂടെ ആ റൂം മുഴുവൻ പ്രകാശത്താൽ കുളിച്ചു നിന്നു. സൗന്ദര്യം അങ്ങ് വന്നു എന്ന് ബോധ്യമായതോടുകൂടെ ആ പെണ്ണിന്റെ തിളക്കം കൊണ്ട് ആ റൂം വെളിച്ചത്തിൽ നിറഞ്ഞു നിന്ന ഇവളെന്ത് ചെയ്തു? ഇവൾ അവിടെ നിന്ന് ഇറങ്ങി. അവൾ പുറത്തേക്ക് ഇറങ്ങാൻ പോയി. അപ്പൊ ഭർത്താവ് ചോദിച്ചു, ഇത്തരം ദിവസത്തിന്റെ അകത്ത് നീ ഒതുങ്ങി നിന്ന് ജീവിച്ച പെണ്ണല്ലേ, എന്തിനാ ഇപ്പൊ പുറത്തേക്ക് പോകുന്നത്? അപ്പോൾ അവള് പറഞ്ഞു, ഈ നാട്ടിലെ വലിയ വലിയ ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ ഉണ്ടല്ലോ, ഞാൻ അവരുടെ മുന്നിൽ പോയി എന്നെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. കാരണം എന്റെ സൗന്ദര്യം ജനങ്ങൾ കാണണം, സൗന്ദര്യം കാണാനുള്ളതാണ്, അതിവിടെ ഇങ്ങനെ അടച്ചുമൂടി വെക്കാനുള്ളതല്ല. എന്റെ സൗന്ദര്യത്തെ ഞാൻ പാഴാക്കൂല, നിങ്ങളുടെ പണിയൊക്കെ മനുഷ്യ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് നിസ്സാരപ്പെടുത്തി ഇവളങ്ങട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. ഏതായാലും ഇങ്ങനെ ഒരു സുന്ദരി അവിടെ ഉണ്ട് എന്ന വിവരം രാജാവിന്റെ ചില ഉദ്യോഗസ്ഥർ അറിയുകയും അതുവഴി ഈ പെണ്ണിനെ ഒരു കാമ പൂർത്തീകരണത്തിന് വേണ്ടിയെങ്കിലും ആ പെണ്ണിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ രാജാവ് പട്ടാളക്കാരെ പറഞ്ഞയച്ചു. ബലമായി അവിടെ വന്ന് ഈ പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോയി. ഇദ്ദേഹം വല്ലാത്ത സങ്കടത്തിലായി. ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യ. അദ്ദേഹം എന്ത് ചെയ്തു? കയ്യങ്ങ് ഉയർത്തിയിട്ട് തേടാൻ തുടങ്ങി. പടച്ചോനെ, 3 ആവശ്യം നീ എനിക്ക് തന്നിട്ടുണ്ടല്ലോ,
3 ആവശ്യത്തിൽ 1 പോയി. ഇനി എനിക്ക് 2 ആവശ്യമുണ്ട്. 2 നിന്റെ അടുക്കൽ തന്നെയാണ്. അല്ലാഹുമ്മ ജഅൽഹാ ഖിർദതൻ, പടച്ചറബേ അവളെ നീ ഒരു കുരങ്ങാക്കണേ. ആ സമയത്ത് ഫമസഖഹല്ലാഹു ഖിർദ, അവളെ അല്ലാഹു തആല ഒരു കുരങ്ങാക്കി കളഞ്ഞു. കുരങ്ങായി കൊട്ടാരത്തിൽ രൂപം മാറിയ പെണ്ണിനെ ആട്ടി ഓടിച്ച് പുറത്തേക്കാക്കി രാജാവും പട്ടാളക്കാരും. അങ്ങനെ പുറത്തേക്ക് ഓടിയ പെണ്ണ് നേരെ വീട്ടിലേക്ക് പോയി. കുരങ്ങന്റെ രൂപത്തിൽ വന്നപ്പോ ഭർത്താവ് പിന്നെയും ദുആ ചെയ്തു, പടച്ചറബേ എനിക്ക് ഇനി ഒരു ആവശ്യവും കൂടിയുണ്ട്. അല്ലാഹുവേ റുദ്ദഹാ കമാ കാനത് അവല, എന്റെ ഭാര്യ ഈ 3 അവസരം, ദുആക്ക് ഉത്തരമുള്ള 3 അവസരം എനിക്ക് തരുന്നതിന്റെ തലേ ദിവസം എങ്ങനെയായിരുന്നു ആ പഴയ അവസ്ഥയിലേക്ക് എന്റെ ഭാര്യനെ നീ മാറ്റണം അല്ലാ. ഫദഹബത്തിൽ ഹവായിജു കുല്ലുഹാ അബസ, ആ മനുഷ്യൻ അല്ലാഹു കൊടുത്ത 3 അവസരവും പാഴായി. ലാ ഹിയ അഫ്ലഹത് വലാ ഹുവ, അയാൾക്കും ഉപകാരം ഉണ്ടായില്ല, ഭാര്യക്കും ഉപകാരം ഉണ്ടായില്ല. റൂഹുൽ ബയാൻ ഇത് സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇണയെ തേടി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാന കാര്യം ഇത് തന്നെയാണ്. അവരുടെ ജീവിതം തന്നെ നഷ്ടത്തിലും അവരുടെ ജീവിതം വിജയത്തിലും എത്താൻ ഈ കാര്യം വളരെ പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന ബോധം എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ രക്ഷിതാക്കളിലും എല്ലാ സഹോദരങ്ങളിലും സഹോദരിമാരിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.